നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. വനാമി ചെമ്മീൻ കൃഷിയിൽ കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി അരൂരിൽ CITU സെമിനാർ നടത്തുന്നു. കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ മെയ് 5-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് ചന്ദിരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടത്തുന്നതാണെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർപേഴ്സൺ ദിലീമ MLA അധ്യക്ഷത വഹിക്കും. നമ്മുടെ മത്സ്യത്തൊഴിലാളികളും പീലിംഗ് തൊഴിലാളികളും കാർഷിക കൃഷിയുടെ ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ജനകീയ സമ്മേളനമായിട്ടാണ് ഇത് മാറുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്ന് പറയാൻ അനവധി ജലാശയങ്ങളാണ്, പാടശേഖരങ്ങളാണെങ്കിലും ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷത്തോളം ഒരു പാടശേഖരത്തിൽ കൃഷി ചെയ്തിട്ടില്ല എങ്കിൽ ആ കൃഷിയിടങ്ങളെടുത്ത് കൃഷി ചെയ്യുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതുകൂടാതെ കൃഷിയിടത്തിൻ്റെ ഉടമകൾക്ക് അവിടെ കൃഷി ചെയ്യാം എന്ന് അവർ അനുമതി തരുകയാണെങ്കിൽ നമുക്ക് വനാമി കൃഷി നമുക്ക് ഇറക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ അനവധി മനുഷ്യർക്ക് ജോലി സാധ്യതയില്ല. എത്രയോ മനുഷ്യർക്ക് പീലിംഗ് മേഖലകളിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് മേഖലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവിടങ്ങളിലെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ് നടക്കുന്നത്. MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം, മുൻ MP AM ആരിഫ് എന്നിവർ പങ്കെടുക്കും. കേരളത്തിലെ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗവും മത്സ്യ സംസ്കരണ മേഖലയും ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ചെമ്മീൻ, കണവ തുടങ്ങി കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യസമ്പത്തിന്റെ ലഭ്യത കുറവ് വന്നതും ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനാമി ചെമ്മീൻ്റെ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി മത്സ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മേഖല പ്രദാനം ചെയ്തിരുന്ന തൊഴിലും വരുമാനവും കുത്തനെ ഇടിഞ്ഞു. ഇന്ത്യയിലെ സമുദ്രങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിൽ അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കേരളത്തിലെ മത്സ്യ കയറ്റുമതി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വനാമി ചെമ്മീൻ ഉൽപ്പാദനവും മത്സ്യകൃഷിയും നടത്തി ആന്ധ്ര, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഉൽപ്പാദന മാതൃക കേരളം പിന്തുടർന്നാൽ വലിയ മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഓരുജല, ശുദ്ധജല, തരിശ് പാടശേഖരങ്ങളുടെ സമൃദ്ധമായ സാന്നിധ്യമുള്ള കേരളത്തിന് കരഭൂമി കുഴിച്ചും ഓരുജലം കൃത്യമായി സൃഷ്ടിച്ചും വനാമി ചെമ്മീൻ ഉൽപ്പാദനവും മത്സ്യകൃഷിയും ചെയ്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ വനാമി ചെമ്മീൻ വൻതോതിൽ ഉൽപ്പാദനം നടത്തി ലാഭമുണ്ടാക്കാമെന്ന് ഈ മേഖലയിൽ ഇപ്പോൾ നിലവിലുള്ള മത്സ്യകർഷകർ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. 1 ലക്ഷം ഹെക്ടറിൽ മാത്രം കൃഷി നടത്തിയാൽ 5 ലക്ഷത്തിലധികം പ്രത്യക്ഷ തൊഴിലുണ്ടാവും. ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന 15,000 മെട്രിക് ടൺ വനാമി ചെമ്മീൻ പീലിംഗ് നടത്തുമ്പോഴുണ്ടാകുന്ന അനുബന്ധ തൊഴിലും കയറ്റുമതി ചെയ്യുമ്പോഴുണ്ടാകുന്ന വിദേശ നാണ്യ വരുമാനവും ഇത്തരം കൃഷിയുടെ നേട്ടമാവും. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി വനാമി ചെമ്മീൻ ഉൽപ്പാദനത്തിനുള്ള സാഹചര്യം ഒരുക്കുവാനാണ് സെമിനാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പത്രസമ്മേളനത്തിൽ വിശദീകരിക്കപ്പെട്ടു. സ്വാഗത സംഘം ചെയർപേഴ്സൺ ദിലീമ MLA, മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി U രാജ്മോൻ, കേരള അക്വ ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VJ സാൽവിൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.